ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് അള്ളാന്റെ റസൂൽ നമ്മുടെ കൺമുമ്പിൽ പുലരുന്ന കുറെ കാര്യങ്ങൾ അടയാളം പറഞ്ഞു തന്നു. അത് പറഞ്ഞു തന്നതെല്ലാം നമുക്ക് പുലർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടിൽ നിന്നും ഈമാൻ ഉൾക്കൊണ്ട മനുഷ്യൻ ഇനി അള്ളാന്റെ റസൂൽ പുലരാൻ പോകുന്നു എന്ന് പറയുന്ന ചില കാര്യങ്ങളെ സംശയം കൂടാതെ വിശ്വസിക്കാൻ വേണ്ടിയാണ്. ഇത് തെളിയിച്ചു പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കുറെ കഴിഞ്ഞുപോയി, ഇപ്പോൾ കുറെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന കുറെ കാര്യങ്ങൾ, പുലർന്ന കാര്യങ്ങളിൽ വിശ്വാസം കൊണ്ട അനുഭവം സിദ്ധിച്ച നാം ഇനി പുലരാൻ പോകുന്ന കാര്യത്തിൽ സംശയിക്കാതെ വിശ്വസിക്കല്ലേ വേണ്ടത്? പുലരാൻ പോകുന്ന കാര്യങ്ങൾക്ക് അലാമാത്തുൽ കുബ്ര എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക, വലിയ അടയാളങ്ങൾ. ആ വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്ന് മഹ്ദി ഇമാമിന്റെ വരവ്. ഇത് ഞാൻ ഇപ്പൊ വിശദീകരിക്കല്ല, ഞാൻ വേറൊരു വിഷയത്തിനുണ്ട് ഉദാഹരണം പറയാം. മഹ്ദി ഇമാമിന്റെ വരവ്, ദജ്ജാലിന്റെ വരവ്, യഅ്ജൂജ് മഅ്ജൂജ്, ഇതൊക്കെ ബിദ്അത്തുകാർ നിഷേധിക്കുന്നവരാണ്. മഹ്ദി ഇമാമിന്റെ വരവിനെ അവർ നിഷേധിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രത്യേകമായ പുസ്തകവും രചനകളും അഭിപ്രായങ്ങളും ഇമാം മഹ്ദി എന്നൊരു സാധനമില്ല. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണ്? ദജ്ജാലിന്റെ വരവിനെ സംബന്ധിച്ചും അവർക്ക് ഇതുപോലത്തെ അഭിപ്രായങ്ങൾ ഉണ്ട്. അതൊക്കെ ചില സാങ്കല്പികങ്ങളാണ് എന്നുള്ള ചില അഭിപ്രായങ്ങൾ. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിൽ 4 കാര്യങ്ങളെ തൊട്ട് കാവലിനെ തേടിയിട്ടേ നിങ്ങൾ സലാം വീട്ടാൻ പാടുള്ളൂ. ഏതാണ് ആ 4 കാര്യങ്ങൾ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം. ആ 4 കാര്യങ്ങൾ: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവലിനെ തേടുന്നു. അതെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ എന്താകാൻ പാടുള്ളൂ, സലാം വിട്ടാൻ പാടുള്ളൂ. ഈ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അത്തഹിയ്യാത്തിലുള്ള ദുആ ഇമാമ് നിൽക്കുന്ന ആള് ചുരുക്കുക വേണ്ടത്. ചുരുക്കുകയാണെങ്കിൽ എവിടെ ചുരുക്കാൻ നല്ലത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു മുതൽ. പിന്നെ 4 കാര്യങ്ങളെ തൊട്ട് അഭയം തേടാൻ സലാം വീട്ടരുത്. ഏത് നിസ്കാരത്തിലായാലും, ഒരു സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അതിന്റെ മര്യാദ. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ഈ 4 കാര്യങ്ങളെ തൊട്ട് അഭയം തേടാതെ സലാം വീട്ടരുത് എന്നതാണ് അതിന്റെ മര്യാദ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ദജ്ജാലിനെ തൊട്ട് കാവലിനെ തേടാൻ പറഞ്ഞ ഇതിൽ ഇവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. മഹ്ദി ഇമാമിന്റെ വരവിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതിലൊക്കെ അവർക്ക് അവരുടേതായ ചില സ്വതന്ത്ര നിലപാടുകൾ ഉണ്ട്. തവാത്തുറിന്റെ അതത് എത്തിക്കാൻ മാത്രം ഹദീസ് ഇതിൽ വന്നിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. തവാത്തുറിന്റെ ഹദീസ് എന്ന ഖുർആനോട് അടുക്കാൻ മാത്രം അത്രക്കും ഉറപ്പിച്ച് ബലപ്പെട്ട, സംശയത്തിന്റെ അവകാശമേ വരാത്ത വിധത്തിൽ തെളിവ് കൊണ്ട് സമർത്ഥിക്കപ്പെട്ട വിധം ഹദീസുകൾ ഈ വിഷയത്തിൽ ഉണ്ടെന്ന് ഇബ്നു ഹജർ തങ്ങളെ പോലത്തെ പണ്ഡിതന്മാർ എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുക. എന്നിട്ട് അത്രയും സുലഭമായ ഹദീസുകൾ അതിൽ ഉണ്ടായിട്ട് ഇവരുടെ അഭിപ്രായം എന്താ? മഹ്ദി ഇമാം എന്ന് പറഞ്ഞൊരു സാധനമില്ല, അങ്ങനെ ഒരാൾ വന്നോളന്നില്ല. ഇപ്പൊ ഞാൻ ഇതെന്തിനപ്പൊ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയെങ്കിൽ നമുക്ക് എന്ന് പറയാൻ എന്തായാലും പറ്റൂല എന്നാണ് എന്റെ തോന്നൽ. ഞാൻ ആ വായിക്കാൻ ഉദ്ദേശിച്ച ഒരൊറ്റ ഹദീത്ത് മാത്രം ഇവിടെ വിവരിക്കാൻ ടൈമില്ല. ഞാൻ ഇത് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ തമാശക്ക് പറയാൻ നിങ്ങളെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ കിതാബിന്റെ കൊണ്ടുവന്ന ആ ഹദീത്ത് ഒന്നാണ് വായിച്ച് കളിപ്പിച്ചു തരാം. ആ ഹദീത്തിൽ പറയുന്ന സംഭവങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ഹദീസ് തന്നെ വിശദീകരിക്കാൻ നമ്മളുടെ ഈ ദിവസം പരിമിതമാണ് എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ പിന്നെ ബാക്കി അലാമാത്തുൽ കുബ്ര പറയാനൊന്നും ഇന്ന് സമയം കിട്ടൂല. നോട്ടീസിൽ കാണിച്ചതനുസരിച്ച് പുലർന്നതും വരുന്നതും എന്നാണ്. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാത്തെ ഭാഗത്ത് തൊടാനേ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും ഖിയാമത്ത് നാൾ എന്ന ഒരു നാളുണ്ട് എന്ന് വിശ്വസിക്കണം. അത് നിർബന്ധമാണ്. അതിന് ചില അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ അടയാളങ്ങളെല്ലാം നമ്മുടെ ദൃഷ്ടിയിൽ പതിയായിരിക്കട്ടെ. മുത്തുനബി അല്ലേ പറഞ്ഞത്, ആ പറഞ്ഞത് അപ്പടി വിശ്വസിക്കും. പരിശുദ്ധ ഖുർആനിൽ 90% ബുദ്ധിക്ക് യോജിച്ചതാണ് എന്ന് ഒരാൾ എഴുതി. 10% ബുദ്ധിക്ക് യോജിച്ചിട്ടില്ല. അപ്പോ ജവഹർലാൽ നെഹ്റു അതിന് മറുപടി എഴുതി. തനിച്ച മുശ്രിക്കാണ് ഇയാൾ. ജവഹർലാൽ നെഹ്റു നാസ്തികനാണ്, നിരീശ്വരവാദിയാണ്, ഒരു ദൈവത്തിലും വിശ്വാസമില്ലാത്ത ആളാണ്.
പക്ഷെ അയാൾ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പദവിയുടെ ആ ഗെറ്റപ്പ് അനുസരിച്ച് അയാൾ ഒരു ഡീസന്റ് മനുഷ്യൻ, മാന്യനായതുകൊണ്ട് അത് വ്രണപ്പെടുത്തി ഒരാളെ നോവിച്ച് അയാൾ പ്രസംഗിച്ചില്ല എന്ന് മാത്രം. അയാൾ തികച്ചും ആരാണ്? വെള്ളം പറ്റിയ മുശ്രിക്കാണ്. അയാൾ ധരിച്ച നിരീശ്വരവാദിയാണ്. അങ്ങനത്തെ നെഹ്റു അതിന് മറുപടി എഴുതിയത് പരിശുദ്ധ ഖുർആനിൽ 90% ബുദ്ധിക്ക് യോജിച്ചതാണ്, 10% ബുദ്ധിക്ക് യോജിച്ചിട്ടില്ല എന്ന് നീ പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളല്ലേ ഖുർആൻ? ദൈവം പറഞ്ഞെടുത്ത് നമ്മളെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വെക്കലല്ലേ മര്യാദ? 10% ബുദ്ധി കണ്ടെത്താൻ നമ്മളെ ബുദ്ധി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് വെക്കലല്ലേ മര്യാദ? ദൈവം പറഞ്ഞതല്ലേ, അതുകൊണ്ട് അങ്ങനെ വിടല്ലേ വേണ്ടത് എന്ന് അയാൾ തിരിച്ചു ചോദിച്ചു. കറക്റ്റ് അല്ലേ പറഞ്ഞത്? നമ്മുടെ ബുദ്ധി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത് അതപ്പടി വിശ്വസിക്കുകയാണ്. അപ്പൊ പിന്നെ അവിടെ ദജ്ജാലിന്റെ വരവോ മഹ്ദി ഇമാമിന്റെ വരവോ അവിടെ ഒന്നും നമ്മൾ സംശയിക്കുകയോ അതിൽ അഭിപ്രായ പ്രകടനം നടത്തി ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതങ്ങനെ വിശ്വസിച്ചാൽ മതി. എത്രത്തോളം ഈ ഹദീത്തുകളിൽപ്പെട്ട ചില ഹദീത്തുകളെ പണ്ഡിതന്മാർ ചില വ്യാഖ്യാനങ്ങൾ നൽകിയപ്പോ അഇമ്മത്തിന്റെ കൂട്ടത്തിൽ ആ പറഞ്ഞതിനെ പറഞ്ഞ പോലെ ഹംല് ചെയ്യണം എന്ന് പറഞ്ഞ അഭിപ്രായക്കാരൻ നാറുൻ തത്ലുഉൽ മശ്രിഖ വതസൂഖുൻ നാസ് ഇലൽ മഗ്രിബ്, ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു തീ പുറപ്പെടും. ആ തീ മശ്രിഖിൽ നിന്ന് പുറപ്പെട്ടിട്ട് മഗ്രിബിലേക്ക് ജനങ്ങളെ തെളിയിച്ചു കൊണ്ടുപോകും. ഇത് യഥാർത്ഥ തീയാണോ അല്ലേ? ഇവിടെ പണ്ഡിതന്മാർക്ക് ഒരു ചർച്ച, യഥാർത്ഥ തീയാണോ അല്ലേ? ചിലരെന്താ അർത്ഥം? അതൊരു യഥാർത്ഥ തീ തന്നെ ആകണം എന്നില്ല, യഥാർത്ഥ തീ തന്നെ ആകണമെന്നില്ല. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദൊക്കെ അങ്ങനെ അർത്ഥം വെക്കുക. ഞങ്ങൾക്ക് ബുഖാരി ഓതി തരുമ്പോ അങ്ങനെയാണ് ശംസുൽ ഉലമ അർത്ഥം വെച്ചതും. നാറുൻ എന്ന് പറഞ്ഞാൽ ഇഹ്റാഖ് ചെയ്യുന്ന സാധനം, കരിക്കുന്ന സാധനം എന്നാണ്. എന്തിനെ കരിക്കുന്ന സാധനം? ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ കരിച്ചു കളയുന്ന സംസ്കാരം പാശ്ചാത്യ നാടുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടും, പൗരസ്ത്യ നാടുകളിലേക്ക് അത് വ്യാപിക്കും. ദുനിയാവിലുള്ള സർവ്വ പ്രദേശം ചില പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങൾ കൽപ്പനകൾ മൂപ്പര് വെക്കാറുണ്ട്. കേൾക്കാൻ നമുക്ക് നല്ല രസം തോന്നാറുണ്ട്. സംഗതി പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ അയിമ്മത്തിന്റെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു ഈ ഹദീത്തിന് അള്ളാഹ് റസൂൽ എന്താണോ പറഞ്ഞത് പറഞ്ഞിടത്ത് അർത്ഥം വെച്ച് അവിടെ നിർത്തലായിട്ട് അതബ്. ഒരു തീ പുറപ്പെടുന്ന തീ വരും തന്നെ, അത് വേറെ നിങ്ങൾക്ക് ഹംല ചെയ്യേണ്ട ആവശ്യമില്ല. ആ തീ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തീ തന്നെ. അത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് തീയിങ്ങട്ട് അടിച്ചു വീശിയിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മനുഷ്യന്മാരൊക്കെ തെളിച്ചു കൊണ്ടുപോയി അതാണ് നക്കി തിന്നും എന്നൊക്കെ പറഞ്ഞ തന്നെ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും കുറവല്ല. നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ അങ്ങനെയാണ് അവരുടെ നിലപാട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഈ ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ അതങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക വേണ്ടത്. അല്ലാഹു റസൂൽ ആ പറഞ്ഞിടത്ത് അതിനാണ് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മുഅ്മിനീങ്ങളായ സുന്നത്യമായത്തിന്റെ നമ്മുടെ നിലപാട് എന്താ? ഖിയാമത്ത് നാളിന്റെ കാര്യത്തിൽ അല്ലാഹു റസൂൽ എന്ത് പറഞ്ഞോ ആ പറഞ്ഞത് അച്ചേൽക്കാൻ വിശ്വസിക്കും. അവിടെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. നമ്മൾ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. ഇനി എന്തിനു സംശയിക്കണം? എന്താണ് ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ പറഞ്ഞതിന്? അതിന്റെ അലാമത്തുകൾ വിവരിച്ചതിൽ ആദ്യത്തെ അലാമത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ പറ്റിയാണ് നമ്മളെ ചർച്ച. നബിതങ്ങളുടെ ഉമ്മത്തിനെ പറ്റിയാണ് നമ്മളെ ചർച്ച. ആദ്യത്തെ അടയാളം വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളമാണ്. തങ്ങൾ വഫാത്തായി പോയോ ഈ ലോകം അവസാനിക്കാൻ പോവാണ്. ബുഇസ്തു അന വസ്സാഅത കഹാത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്നെയും ഖിയാമത്ത് നാളിനെയും അല്ലാഹു തആല നിയോഗിച്ചത് കഹാത്തൈൻ, ഈ രണ്ട് വിരലുകൾ ഒട്ടി നിൽക്കുന്നത് പോലെയാണ്. ഞാനും ഖിയാമത്ത് നാളും തമ്മിൽ ഒരു വിടവും ഇല്ല. അപ്പൊ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയോ അത് തന്നെ ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ ആദ്യത്തെ അടയാളം. ദാ ലോകം അവസാനിക്കാൻ പോവാൻ. തങ്ങൾ ഇവിടുന്ന് വിട പറയുന്നതിന്റെ പ്രസംഗം ഹജ്ജത്തുൽ വദാ,
അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയതിനു ശേഷം ഒരൊറ്റ ഹജ്ജല്ലേ നബി ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? കഅബത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഇനി ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ അടയാളം അല്ലാഹു റസൂലിന്റെ കഴിഞ്ഞു. രണ്ടാമത്തെ അടയാളം എന്റെ പോവുക എന്റെ സാപത്തി ലോകത്തിന് നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം മരുഭൂമിയിലത്തെ തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ചിട്ട് കിട്ടാത്തത് അതിനെ കിട്ടുക ഇനി അത് നമുക്ക് വിജയിപ്പിക്കുന്നതേ എന്റെ എവിടെയും തെരഞ്ഞു നോക്കിയിട്ട് കാതെ കിട്ടാനില്ല എന്നൊരു വിശ്വാസം നിങ്ങൾ പറഞ്ഞ ആരെങ്കിലും ചിരിപ്പുണ്ടോ? ഒരൊറ്റ തർഫാത്തായി 100 നൂറ്റാണ്ടിനുള്ളിൽ ചെന്നത് വിട്ടുപോയി. ആ സ്വഹാബത്തിന്റെ വിടവ് എന്ത് വിട പറയാമത്ത് നാലാമെന്നിട്ട് തങ്ങൾ എണ്ണിയത് ഈ മനുഷ്യനെ ശത്രുക്കൾ കുലിന്റെ രൺകളെ വിവാഹം ചെയ്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ 2 മക്കളെ ശരീരത്തിന് പുറപ്പെട്ട ബീജദംശങ്ങളായ പ്രമക്കളെ മട്ടികളായി സ്വീകരിച്ച് വീട്ടിൽ ഭാഗ്യം കിട്ടിയത്തെ ഏറ്റവും അനുഗ്രഹായ മനുഷ്യൻ എന്ന പേരിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവനുവിനെ ചൂണ്ടിയിട്ട് മനുഷ്യനെ കൊല ചെയ്യപ്പെടും. മനുഷ്യനെ കൊല ചെയ്യപ്പെട്ട അതുമായി തുറത്തനകൾ ഖിയാമത്ത് തുടങ്ങിയിരിക്കും. ഈ മനുഷ്യക്ക് നാടിന്റെ പെട്ടതാണ് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തൊരു പറയുന്നു. ആ കാലഘട്ടം വിശ്വസിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇസ്ലാമിന്റെ ഖിലാഫത്ത് നടത്തി 10 പേരും കൂടിയതിനു ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുക്കുകയും മിമ്പറിൽ കയറി കുത്തുകയും ചെയ്തതിനിടയിൽ ഒരു തീ പുറപ്പെടും. ബഹുമാനപ്പെട്ട റസൂൽ മദീനത്ത് വന്നപ്പോൾ ആളുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അൻസാർ മദീനക്കാരനാണ് മനസ്സാവും. മഹാൻ അൻസാബത്ത് ഈ അൻസാറുകൾ പറഞ്ഞാൽ തന്നെ മണ് ഒന്നിരിച്ചു നോക്കിയാണ്. അതിനെ ഹിബ്സ് ദീനത്ത് വന്നൊക്കെയാണ് കൊല്ലാറഞ്ഞു. മറ്റ് ഹിബ്സിലിവിടെ ഞങ്ങൾക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരാൾ വന്നുപോയി. തൊൽത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളൊരാളെ കണ്ടിന് എവിടുന്ന് വരിക? ആല. അത് പറഞ്ഞു ഹിബ്സിലാണ്.
സുശൈലെവിടെ നിങ്ങൾക്കാർക്ക് ഈ പ്രദേശം ഞങ്ങളോട് പറയാണ് ഉമ്മത്തേത് വെച്ചാൽ ആരും പറയാതെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ പുറത്ത് അമ്പത്തൂക്കാർ ഇവിടെ അടുത്തരാണ് അക്കരെ കടന്ന അമ്പത്തൂര പോലെ ഫമറബിറജുലീസുലീമിൽപ്പെട്ടവരാ കൂടി നടന്ന് ഞാൻ ചോദിച്ചു മിന്നയിന് എവിടുന്ന് വരികയെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു മിന്ന ഹുസൈന്ന് വരികയാണ് ഫതയ്ത്തു ഓടിച്ച് സുസൈൽക്കാരനാണെന്നതിന്റെ അയാളെ കുടുംബ സുസൈലിലാണ് സുസൈൽക്കാരനായവരാ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു فإنهم تخرج منهن تضيء أعين ببصر أخرجك നിന്റെ കുടും നീ അവിടുന്ന് കൊണ്ടുപോ فإنه تخرج من അവിടുന്ന് തീയ പുറപ്പെടാൻ ബുസ്സറാപ്പട്ടകങ്ങളിൽ പ്രകാശിക്കുന്ന തസറേ ചാമ്പലാക്കുന്ന അവിടുന്ന് പുറപ്പെടുന്നതിനെ തന്റെ കുടുംബത്തിനെ ആ നാട്ടാക്കണം മദീനക്കാശയിൽ എവിടെയാണെന്ന് അറിഞ്ഞു അപ്പയാത്ത് വന്ന അള്ളാന്റെ ആ നാട് ആ നായാത്തവർ തങ്ങൾ ഇത് സംഭവം ചെയ്തു എന്ന് മാത്രമല്ല ഇതിൽ പറയുന്നു അങ്ങനെ ചാപലാകുകയും മുഴുവനായി അത് മറുവശത്തുള്ള ഇപ്പൊ ഇവിടെ നമ്മള് പോകത്തോ അല്ലെങ്കിൽ പാസ്പോർട്ടോ വീസ വല്യങ്ങള വള്ളി കാടാ ഇതിനപ്പുറം കാണൂല ഇതായി കരിഞ്ഞാൽ ഞാൻ നോക്കിയാൽ കോഴിക്കോട്ടേക്ക് വരെ ആ നിലക്ക് ചാമ്പലായി ഇതല്ലാഹു ഹാബത്ത് സ്ഥലത്തിനേരറിയില്ല ആ പ്രദേശക്കാർ ആളുകൾ പ്രദേശത്തിന്റെ അറിയില്ല അപ്പോഴാണ് മക്കത്ത് ഇസ്ലാം തന്നത് ഇതിലെല്ലാമില്ലേ വലിയ അത്ഭുതമായി ഇത് നബിസല്ലല്ലാഹുങ്ങളുടെ നാളിന്റെ അലങ്ങൾ വിവരി ഇതുപോലെ അല്ലാഹു പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വല്ല ലോകത്ത് അത് സാമൂഹ്യം മറ്റുമൊക്കെയായി കുട്ടികളിൽ വെച്ച് പഠിക്കുകയാണ് ചരിത്രങ്ങൾ വായിച്ചരിത്രത്തിൽ പുതുതങ്ങൾ പോലും വായിച്ചല്ല ജവഹർലാൽ തന്റെ മുഖത്തിൽ അത് പരാമർശിച്ചതായി ബന്ധങ്ങളിവരുടെ വിപ്ലവത്തെ അതിന്റെ നടക്കുന്ന സംബന്ധിച്ച് റസൂല് പറയുന്നതിന്റെ എന്താണെന്നറിയും പറയുന്നത് അവരുടെ സ്വഭാവനും വന്നിരിക്കുന്നുണ്ട് നാള് സംഭവിക്കുകയും പിടിച്ചു നിൽക്കണം അവരുടെ വളഞ്ഞ വട്ടത്തിലുള്ള
പ്രത്യേകതരം മുഖമുള്ള രോമ ചെരുപ്പിക്കുന്ന രോമക്കുന്ന വളരെ ആ യുദ്ധം കാലഘട്ടയാമെന്ന് അതാൻ പോകുന്നു പറഞ്ഞ ലോകത്ത് നടക്കുന്നൂറ് കൊല്ലം കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അബദ്ധവും ചെങ്കിത്തിന് വന്ന ഈപ്പൽ ഏറ്റവും ആഗ്രഹിച്ചായിരുന്നു ആ മുസ്ലിം നശിപ്പിച്ച തങ്ങളുടെ വാസവന്റെ പേരിൽ ഉമഭരണത്തെ നശിച്ചു കളഞ്ഞ ഇത്രമാത്രം ഒരു ലോകമുണ്ടായിട്ടാണ് ഇന്നത്തെ ബാബരി പ്രശ്നങ്ങളും താർത്താരികളുടെ അപകടം അവര് വരുത്താൻ നോക്കി ഇവര് കിതാബിൽ എഴുതി വെച്ച അർത്താരികൾ അപകടങ്ങളെ കൂടെ 100 ശേഷം ജീവിച്ച ഒരു കിതാബിൽ എഴുതി വെച്ച ചരിത്രം പറയുമ്പോ അർത്താരികളുടെ പടയോട്ടത്തിലായവൻ പൊന്മാരം മുസ്ലിം വീടും ഭരണം കുറിച്ചാൽ എന്തിനാന്നറിഞ്ഞൂടാ പ്രത്യേക ആവശ്യത്തിനുള്ള മുസ്ലിം ഭരണി പറഞ്ഞു ഇപ്പോഴും 550 ഈ സംഭവം ലോകത്ത് 60 പുസ്തകത്താരോട്ടം വരട്ട് വായിക്കാം പുലർന്ന അടയാളങ്ങൾ സുർവർണ്ണീയതയെ പറഞ്ഞല്ലോ 27 കളരുവൻ പെണ്ണുങ്ങൾ അതുകൊണ്ട് ഈ അതിനെതിരല്ല ഏറ്റവും സുപ്രധാനാണ് അള്ളാഹു വിശദീകരിച്ചത് അത് പക്ഷെ എന്താ വിശ്വസിക്കൂ എല്ലാവരും പ്രവാചകന്മാരെന്നാണ് എന്നത് തെളിവായിട്ട് കാണിച്ചുകൂടില്ലേ മഹാങ്ങൾ അവന്റെ പ്രവാചകൻ എന്താ അത് പിളർന്നിട്ട് വിശ്വസിച്ചു തിരിച്ചു വരുന്നേക്ക് വെച്ചു ഇന്നുള്ളത് ലോകത്തനിയോട് ചെന്ന് താജിന് സ്വീകരിച്ചു അറിയാം അപ്പോഴും എന്താ കേട്ടോ ഇത് കൺമുമ്പിൽ ഹിദായത്തവരല്ലേ ഇരിക്കുള്ളൂ ഇതെല്ലാം അല്ലാഹ് ഗ്രന്ഥം കൊണ്ടുവന്നവരെ കവിതയാണോ കവിതാര് ലോകത്ത് എല്ലാ കുടലിനോട് അനുബന്ധിച്ച് ഇത്ര രീതിയുണ്ട് സിലബസ് അൽഫിന്റെ ബെയ്ത്തൊക്കെ ഈ തരത്തിൽ ബെയ്ത്തുകളുടെ രീതി ഉണ്ടല്ലോ
تنفقوا مما تحبون فاعلات فاعلات കവിമാരി എഴുത്തുകാര ഖുർആൻ എടുക്കുന്നില്ല വലിയ മോചിതത്ത് ഖുർആനിന്റെ മുമ്പിലാം എന്തെല്ലാം നോക്കിയിട്ട് ഒരൊറ്റ ആളുമായിട്ടൊരു സുഖം ഖുർആന്റെ ചെറിയൊരു അതിനോട് തിരിഞ്ഞുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് ലോകത്തെ അറബി സാഹിത്യകാരത്തുകൊണ്ട് ആ മൂന്ന് ലോകത്തിലെ ശ്രദ്ധം കടന്നവരെ ആഴ്ത്തിമടക്കി പ്രസിഡന്റ് വയലിന്റെ പറഞ്ഞിരിക്കുന്നതല്ലേ ജൂതന്മാർദീനല്ലേ അതുപോലത്തെ വലിയ അറബി ബന്ധങ്ങളും മിഷണറികളൊക്കെ ജൂതന്മാർ ഓരില്ലേ പരിശുദ്ധ ഖുർആനിന്റെ ഇത്ര ഗ്രന്ഥത്തിൽ ഖുർആനിന്റെ ഇടയെല്ലാം മതി രണ്ടായിരത്തി കടിക്കുക 1960 വാദമാണ് കടുക്കൊരു കൊടുക നിർമ്മിച്ചത് ഇത് പഠിച്ചിട്ട് പക്ഷേ വാനമ്പിലും തെളിവുകൾ ഞങ്ങളുടെ കഴിഞ്ഞകാലർന്നു പോയ അനവധിച്ചു തന്നതിന് പുലകൊണ്ടിരിക്കുന്നങ്ങൾ മുടക്കപ്പെട്ടതിന് ഞാനെനിക്ക് ലോകത്ത് 10 അവിശ്വസിബന്ധമായ ബുക്ക് വിശ്വാസത്തിൽ വരാൻ പാടില്ല നിങ്ങൾക്ക് حديث وأخذ ابن عبد الله عنه قال النبي عليه حجة الوداع الله نسيت سنة نسيت عليه السلام الحج بندمات സംഘത്തിൽ പ്രധാന വിഷയം വിടങ്ങൽ പ്രസംഗമാണ് പേര് പറയും فقال النبي الله പറഞ്ഞു أخبر പറഞ്ഞു أبي وأمي يا رسول الله
ഗൽബത്തിന്റെ മുമ്പ് ഇന്ന് യുദ്ധത്തിൽ കൊല്ലാൻ വേണ്ടി തൂക്കുമരത്തായി നിസ്കാരം തുടങ്ങിയവർ പഠിച്ചു അവര് ചിന്തിക്കൂ കാലഘട്ടം ഇവിടെ നിസ്കാരം സ്ഥിരമാണോ അതോ നിഷേധപ്പെട്ടൂണ خلف صلاة تتبع الشهوات فصيار ഒരു സമൂഹം വരാനുണ്ട് ആ സമൂഹത്തിന്റെ സ്ഥിതി എന്താ അയാൾക്കും എന്ന് പറഞ്ഞാൽ